ശുദ്ധതയുടെ ആത്മീയ ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെ ഉള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ പറയും, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുക എന്ന്. കള്ളപ്രവാചകന്മാരിൽ നിന്ന് അവരുടെ ഫലങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ സൂക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും പല വശങ്ങളിലും ശ്രദ്ധ ചെലുത്തണമെന്നാണ് കർത്താവ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നാമതായി കർത്താവ് പറയുന്നത്, ആത്മീയമായ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു അധ്യാപകൻ കാണിക്കുന്ന ജീവിത രീതി നാം ശ്രദ്ധിക്കണം. അവർ ജീവിക്കുന്ന രീതിയിൽ നീതിയും വിനയവും വിശ്വസ്തതയും കാണിക്കുന്നുണ്ടോ എന്ന്. ജീവിതത്തിൽ 2 തരത്തിലെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ജീവിതത്തെ ഒരു പ്രൊഫഷണൽ തലത്തിൽ കാണുന്നവരുണ്ട്. ഞാൻ ഒരു അധ്യാപകനാണ്, ഞാൻ ഒരു തൊഴിലാളിയാണ്, ഞാൻ ഒരു മെക്കാനിക്കാണ്, ഞാൻ ഒരു വ്യാപാരിയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ കുറച്ച് സമയം, ഓരോ ദിവസവുമുള്ള എൻ്റെ സമയം, അത് ഞാൻ ഏറ്റവും വൃത്തിയോടുകൂടി ചെയ്യും. പക്ഷെ അതിനുശേഷം ഉള്ളത് അതിൻ്റെ വ്യക്തിപരമായ ജീവിതമാണ്. അതിനകത്ത് ആർക്കും പങ്കില്ല, അതിന്മേൽ ആർക്കും ഉത്തരവാദിത്വവും ഇല്ല. അങ്ങനെ ജീവിതത്തെ 2 തലത്തിൽ ജീവിക്കുന്നവരെയാണ് പലപ്പോഴും ആത്മീയ തലത്തിൽ നോക്കുമ്പോൾ ചെന്നായ്ക്കൾ എന്ന് നാം പറയുന്നത്, അഥവാ വചനം ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതായി, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഉള്ളടക്കം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ദൈവവചനത്തിൽ നിന്നുള്ള യഥാർത്ഥ ഫലമാണോ, അതോ മനുഷ്യ കേന്ദ്രീകൃതമാണോ, മനുഷ്യനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയുള്ളത് മാത്രമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നാം നടത്തുന്ന ജീവിതത്തിൽ ആത്മീയതയും ദൈവികതയും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെതായി, നന്മയുടേതായി, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ ജീവിക്കുക എന്നതാണ്. ഇവിടെ നാം ഉപയോഗിക്കേണ്ട 2 തലങ്ങളുണ്ട്: വിശ്വാസവും അതുപോലെ തന്നെ യുക്തിയും. നമ്മുടെ യുക്തിയും വിവേകവും ബോധ്യങ്ങളുമൊക്കെ നമ്മുടെ വിശ്വാസവുമായി സന്തുലിതമായി നിലകൊള്ളുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയുടെ യഥാർത്ഥ ജീവിതം ജീവിക്കുന്നുവെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മീയതയിൽ നിന്നുകൊണ്ട് ആത്മീയ തലത്തിലേക്ക് ഒരു വ്യക്തിയെയും ജീവിതത്തെയും സ്പർശിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ യഥാർത്ഥ കാമ്പ് തിരിച്ചറിയുവാൻ സാധിക്കും. മൂന്നാമതായി, ഫലത്തിൽ നിന്നും തിരിച്ചറിയുക എന്നതാണ്. എല്ലാ നല്ല വൃക്ഷവും നല്ല ഫലം കായ്ക്കുന്നു, എന്നാൽ ചീത്ത വൃക്ഷം ചീത്ത ഫലം കായ്ക്കുന്നു. ഈ ഫലം നാം ആരാണെന്നതിൻ്റെ അനിവാര്യമായ ഫലമാണ്. ആത്യന്തികമായി വിളവെടുപ്പ് വരാൻ കുറച്ച് സമയമെടുത്തേക്കാമെങ്കിലും നല്ലതോ ചീത്തതോ ആയ ഫലം വ്യക്തമാണ്. ഞങ്ങൾ ഏതുതരം മരം ആണെന്ന് വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഉത്തരമാണ് നമ്മുടെ ഫലം. നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷങ്ങളും തിന്മയുടെ ഫലത്തിൻ്റെതാണ് എന്ന് പറയുക തന്നെ വേണം. ഹൃദയമെന്ന അദൃശ്യ വൃക്ഷത്തിൽ നിഷ്കളങ്കമായ വന്ധ്യത ഉണ്ടാകില്ല. ഫലം പുറപ്പെടുവിക്കാത്തവനും മോശം ഫലം പുറപ്പെടുവിക്കുന്നവനും രണ്ടും അഗ്നിക്ക് മാത്രം യോഗ്യരാണ്. കത്തി ചാമ്പലാകുന്ന നരകത്തിൻ്റെ അഗ്നിക്ക്. ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു നമ്മെ തന്നെ ആദ്യം വിധിക്കണമെന്നും അയൽക്കാരൻ്റെ കണ്ണിലെ കരടിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റണം അല്ലെങ്കിൽ തിരിച്ചറിയണമെന്നും മുന്നറിയിപ്പ് നൽകി. അതിനാൽ മറ്റാരോടും ചോദിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം നമ്മോട് തന്നെ ചോദിക്കണം, ഞാനാണോ ദൈവത്തിൻ്റെ മഹത്വത്തിനായി
ഫലം കായ്ക്കുന്ന വൃക്ഷം, അതോ എൻ്റെ വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നതാണോ എന്ന്. നല്ല ഫലം നൽകാത്തതിനെ വെട്ടി തീയിലേക്ക് എറിയും അഥവാ തീയിലെറിയപ്പെടും എന്ന് വചനം പറയുമ്പോൾ, നല്ല ഫലം നൽകുന്നതിനെ വചനം ഓർമ്മപ്പെടുത്തുന്നത് വെട്ടി ഒരുക്കി വീണ്ടും നല്ല ഫലത്തിന് വേണ്ടി പാകപ്പെടുത്തി നിർത്തും എന്നാണ്. നിത്യതയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ് നല്ല ഫലങ്ങൾ നാം നൽകുമ്പോൾ നമുക്ക് ദൈവം തരുന്ന പ്രതിഫലം. പ്രിയമുള്ളവരെ, നല്ല ഫലം ഉള്ള വൃക്ഷമായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.